ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് അഥവാ കൂട്ടുകാരുടെ ഗണിതം എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ്. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമുക്ക് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ മിസ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ മാത്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് ചോദിക്കേണ്ടായിരിക്കുക. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ മിസ് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു സെക്ഷൻ മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ കുട്ടിയുടെ പേര്, നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേര് എഴുതണം. സ്കൂൾ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ ക്ലാസ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ക്ലാസ് ഏതാണ്, ഡിവിഷൻ എ ആണോ ബി ആണോ സി ആണോ എന്നത് കൃത്യമായിട്ട് എഴുതുകയും വേണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ? നമ്മുടെ ആദ്യ ആക്ടിവിറ്റി നോക്കാം മക്കളെ. ആക്ടിവിറ്റി 1 ഡ്രോ ആൻഡ് കളർ. പ്രവർത്തനം 1 വരയ്ക്കാം, നിറം നൽകാം എന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് മറ്റൊരു കാര്യം കൂടി മിസ്സിന് പറയാനായിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാ എക്സാമിന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ പെൻസിലും സ്കെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കളർ പെൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രയോൺസ് നിർബന്ധമായിട്ടും കയ്യിലെടുക്കണം. കാര്യം നമുക്ക് എല്ലാ എക്സാമുകൾക്കും എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്തരത്തിൽ വരയ്ക്കാനോ നിറം നൽകാനോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മറക്കാതെ മക്കൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ കളർ പെൻസിൽ അല്ലെങ്കിൽ ക്രയോൺസ് മക്കൾ എന്ത് ചെയ്യണം? കയ്യിൽ കൊണ്ടുപോകണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഡ്രോ ആൻഡ് കളർ എന്നതാണ്. മക്കൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? എന്തിന്റെ ചിത്രമാണെന്ന് മനസ്സിലായ മക്കളെ? ഒരു പൂക്കളത്തിന്റെ ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? ഓണക്കാലം ഒക്കെ ആയാൽ നമ്മള് വീടുകളിൽ മറ്റൊക്കെ ആയിട്ട് എന്തിടാറുണ്ട് മക്കളെ? പല നിറത്തിലുള്ള പൂക്കളുകൾ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ ചിത്രം വരച്ച് നമ്മൾ പൂക്കൾ നിർമ്മിക്കാറുണ്ട് അല്ലെ? അതുപോലെ മക്കളെ പലതരത്തിലുള്ള ഷേപ്സുകൾ യൂസ് ചെയ്തിട്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഏതൊക്കെ ഷേപ്പ് ആയിരുന്നു? നമ്മൾ 3 ഷേപ്പുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ 3 ഷേപ്പുകൾ യൂസ് ചെയ്ത് വരച്ചിട്ടുള്ള ഒരു പൂക്കളത്തിന്റെ ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ ഒരു ഷേപ്പില്ലേ? ഈ ഒരു ഷേപ്പില് മക്കളടുത്ത് റെഡ് കളർ കൊടുക്കാനാണ്, അഥവാ ചുവപ്പ് കളർ കൊടുക്കാനും, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിന് മക്കളടുത്ത് യെല്ലോ കളർ, ഓക്കെ, അതായത് മഞ്ഞ നിറം നൽകാനും, അതുപോലെ ഈ ഒരു ഷേപ്പിന് ബ്ലൂ കളർ, അതായത് മക്കളെ നീല നിറം നൽകാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യാൻ? തന്നിട്ടുള്ള ചിത്രത്തിന് നിറം നൽകണം. പിന്നെ നോക്കിക്കേ മക്കൾ, ഇവിടെ ഡോട്ട് ഇട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്, അതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട ഏരിയയും ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ മക്കൾ എന്ത് ചെയ്യണം? ഏതാണ് പിക്ചർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ വരച്ച് ചേർക്കുകയും വേണം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? കുട്ടികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ജസ്റ്റ് വരയ്ക്കാനും അതുപോലെ തന്നെ കളർ ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ചിത്രം ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ? നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ്, ഈ ഒരു ഷേപ്പ് ഡോട്ടഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ മിസ് അത് അവിടെ വരച്ച് ചേർത്തു. ഇനി ഇവിടെ ഈ ഒരു ഷേപ്പ് നമുക്ക് ഡോട്ടഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതും ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഏരിയ ഫിൽ ചെയ്യാനുണ്ട് അല്ലെ? ഇവിടെ നോക്കിക്കേ, എല്ലായിടത്തും റെക്ടാങ്കിൾ ആണ് എന്തുള്ളത്? ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ട് ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം.
നമുക്ക് എന്ത് വരച്ചു കൊടുക്കാം? റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. അതേപോലെ ഇവിടെയും ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് എന്ത് വരയ്ക്കണം? റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആക്കിയില്ലേ? പൂക്കളം നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആക്കി വരച്ചു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷേപ്പിന് റെഡ് കളറ്, ഈ ഒരു ഷേപ്പ് യെല്ലോ കളറ്, ഈ ഒരു ഷേപ്പ് ബ്ലൂ കളർ. നമുക്ക് അതിനനുസരിച്ച് കളർ ചെയ്യാം. തെറ്റി പോവരുത് മക്കളെ. കൃത്യമായിട്ട് അവിടെ എന്താണോ നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് റെഡ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ നമുക്ക് ഈ ഷേപ്പുകൾക്കെല്ലാം റെഡ് കളർ കൊടുക്കാം കേട്ടോ. മിസ് കൊടുക്കുന്ന സമയത്ത് വലിയ ഭംഗിയാവൊന്നുമില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ എഴുതുന്ന സമയത്ത് നല്ല ഭംഗിയിൽ എന്ത് ചെയ്യണം? കളറൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ഷേപ്സും ഏതാ എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? കളർ ചെയ്യുക കേട്ടോ. പുറത്തേക്കൊന്നും പോവാതെ എല്ലാ ഏരിയയും എന്ത് ചെയ്യുക? നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടൊക്കെ കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനൊക്കെ പ്രത്യേകം മാർക്കുകൾ കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പ് എന്തായിരുന്നു ഇതിന്റെ പേര്? റെക്ടാങ്കിൾ ഷേപ്പ് ആണല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചതുരം എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷേപ്പിനൊക്കെ ഏത് കളർ നമ്മൾ കൊടുത്തു? റെഡ് കളർ കൊടുത്തു, അല്ലെങ്കിൽ ചുവപ്പ് കളർ നമ്മൾ കൊടുത്തു. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ ഷേപ്പ് ആണല്ലേ. ഈ ഒരു ഷേപ്പിന് ഏത് കളറാണ്? നമ്മളോട് യെല്ലോ കളറാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? യെല്ലോ കളറ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതല്ലേ മക്കളെ യെല്ലോ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു യെല്ലോ കളറ് മിസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഷേപ്പിനാ കൊടുക്കേണ്ടത്? ട്രയാങ്കിൾ ഷേപ്പിനാണ് അല്ലെ, ത്രികോണത്തിനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ യെല്ലോ കളറ് കൊടുക്കാം കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മക്കൾ ഏത് കളർ തന്നെ കൊടുക്കണം? യെല്ലോ കളർ തന്നെ കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ കളറിനും നമ്മൾ എല്ലാ ട്രയാങ്കിൾസിനും യെല്ലോ കളർ കൊടുത്തു. ഇനി നമ്മുടെ സർക്കിളിന് ഏത് കളറാ പറഞ്ഞിട്ടുള്ളത്? ബ്ലൂ കളറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിന് ബ്ലൂ കളർ കൊടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അത് നമ്മൾ ബ്ലൂ കളർ കൊടുത്തു. എഗെയിൻ ഒരു സർക്കിൾ ഉണ്ട്, നീല കളർ കൊടുത്തു. ഇവിടെയും ബ്ലൂ കളർ കൊടുത്തു. ഇവിടെയും നമ്മൾ ഏത് കളർ കൊടുത്തു? ബ്ലൂ കളർ കൊടുത്തു അല്ലെ. ഇനി സെന്ററിൽ ഏറ്റവും വലിയൊരു സർക്കിൾ ഇല്ലേ മക്കളെ, അതിലോ നമുക്ക് നീല കളർ കൊടുക്കണം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏകദേശം നമ്മുടെ പൂക്കളൊക്കെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് നിറം നൽകി അല്ലെ. മക്കൾ നല്ല ഭംഗിയായിട്ട് കൊടുത്ത നല്ല ഭംഗി ഉണ്ടായിരിക്കട്ടെ കാണാനായിട്ട്. ഓക്കെ അല്ല മക്കളെ? അപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ തെറ്റാതെ മുഴുവൻ മാർക്ക് മേടിക്കാൻ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു സെക്ഷനിലോട്ട് പോവാ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 2 ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് മക്കളെ പ്രവർത്തനം 2 എണ്ണി എഴുതാം എന്നതാണ്. നോക്കിക്കേ മക്കളെ, ഇവിടെ പല നിറത്തിലുള്ള പല തരത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിങ്ങളെ പോലെയുള്ള കൂട്ടുകാർ എന്ത് തീർക്കുന്നത്? പൂക്കളം ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതൊക്കെ പൂക്കളാണ് മക്കളെ ഉപയോഗിച്ചിട്ടുള്ളത്? റോസ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തി ഇല്ലേ, ഹിബിസ്കസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ജാസ്മിൻ, മുല്ലപ്പൂവും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഓരോ പൂവ്, അതായത് എത്ര റോസാപ്പൂക്കൾ ഉണ്ട് എന്നുള്ളത് ഓരോ പൂവും ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോരോ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അല്ലെ. മക്കൾ ഇവിടെ ചെയ്യേണ്ടത് ഓരോ പൂക്കളും എത്ര എണ്ണം വീതമാണ് എന്നത് കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ഇവിടെ നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് റോസ് എത്രയുണ്ട് എന്നുള്ളത് ഈ കോളത്തിൽ എഴുതുക. ഹിബിസ്കസ് അല്ലെ, ചെമ്പരത്തി എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ എഴുതുക. ജാസ്മിൻ, മുല്ല എത്രയുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് മക്കൾ ഇവിടെ എഴുതണം. സിമ്പിൾ അല്ലേ മക്കളെ? കൗണ്ട് ചെയ്ത് എഴുതാനൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു പാത്രത്തിലുള്ളത് ഏതാണ്? റോസ് ഫ്ലവർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അത് കൗണ്ട് ചെയ്യാം. മിസ്സിനോടൊപ്പം കൗണ്ട് ചെയ്ത മക്കളെ. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൽ കൗണ്ട് ചെയ്യേ. 1 2 3. എത്ര മക്കളെ? 3 ആണ് അല്ലെ. ഒന്നുകൂടി എണ്ണിക്ക മക്കളെ. 1 2 3. അപ്പൊ റോസാപ്പൂ എത്രയുണ്ട് മക്കളെ? 3 ആണ്. അപ്പൊ അതിന്റെ ഈ ഒരു കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം? അതിന്റെ എണ്ണമായിട്ടുള്ള 3 എന്നുള്ളത് എഴുതണം. ഇനി അടുത്തത് ഹിബിസ്കസ് അല്ലേ മക്കളെ? ചെമ്പരത്തി അല്ലേ? എണ്ണിക്ക മക്കളെ. 1 2 3 4. ഒന്നുകൂടി എണ്ണിക്ക മക്കളെ. ഒന്നുകൂടി എണ്ണിക്കേ. 1 2 3 4. അപ്പൊ നമ്മൾ ഹിബിസ്കസിന്റെ ചെമ്പരത്തിയുടെ ഈ കോളത്തിൽ എത്ര എഴുതണം? 4 എന്നുള്ളത് വേണം എഴുതാനായിട്ട്. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, ഏതാണ്? ജാസ്മിൻ ആണ്, മുല്ലയാണ്. കൗണ്ട് ചെയ്തേ മക്കളെ. 1 2 3 4 5 6. എത്രയുണ്ട്? 6 ആണ്. 6 എണ്ണാണുള്ളത്. അപ്പൊ നമുക്ക് റോസാപ്പൂ എത്ര കിട്ടിയ മക്കളെ? 3 എന്നും, ചെമ്പരത്തി ഹിബിസ്കസ് 4 എന്നും, ജാസ്മിൻ മുല്ല 6 എണ്ണം എന്നും കിട്ടി.
ഓരോന്നിന്റെയും എണ്ണം കണ്ടുപിടിച്ചല്ലോ മക്കളെ. ഇനി നമുക്ക് അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വിച്ച് ഈസ് മോർ, അതായത് കൂടുതൽ ഏതാ മക്കളെ ഇതിൽ കൂടുതൽ എണ്ണം ഉള്ളത്? മക്കള് പറഞ്ഞേ, റോസയാണോ, ചെമ്പരത്തിയാണോ, മുല്ലപ്പൂവാണോ കൂടുതൽ എണ്ണം ഉള്ളത്? ഏതാണ്? മുല്ലയാണ് കൂടുതൽ എണ്ണം ഉള്ളത് അല്ലേ? ഏതാണ്? മുല്ലയാണ് കൂടുതൽ എണ്ണം ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം മക്കളെ? മുല്ല എന്ന് എഴുതണം. മലയാളം മീഡിയം കൂട്ടുകാര് മുല്ല എന്ന് എഴുതണം. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ അവിടെ എന്ത് എഴുതണം? ജാസ്മിൻ. സ്പെല്ലിംഗ് തെറ്റാതെ അവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. ജാസ്മിൻ എന്നുള്ളത് എഴുതണം. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്രയാണ് മക്കളെ ഉള്ളത്? അതിന്റെ എണ്ണം എത്രയാണ്? നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 6 ആണ്, 6 ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 6 എന്ന് എഴുതണം. ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്തരത്തിൽ നമുക്ക് ഇതുപോലെ ഗ്രൂപ്പ് ഓഫ് ഓരോ ഐറ്റംസ് തരും, എന്നിട്ട് അതിന്റെ എണ്ണം എഴുതാൻ പറയും. അതിൽ കൂട്ടത്തിൽ കൂടുതൽ ഏതാന്ന് ചോദിക്കും, കുറവ് ഏതാ എന്നുള്ളത് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. വിച്ച് ഈസ് ലെസ്, കുറവ് ഏതാ മക്കളെ? എണ്ണം കുറവ് ഏതാണ്? നമ്മുടെ റോസയാണ് എണ്ണം കുറവ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് എഴുതണം? മലയാളം മീഡിയം കൂട്ടുകാർ റോസ് എന്ന് എഴുതുക. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ ഇംഗ്ലീഷില് റോസ് എന്ന് എഴുതുക. ഇനി എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി, എത്രയാണ് മക്കളെ? ഓൺലി 3. എത്ര എണ്ണാണുള്ളത്? 3 എണ്ണാണുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഓരോ ഫ്ലവേഴ്സും എത്ര എണ്ണം വീതമാണ് എന്നത് നമ്മൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്തു. അതിന് എണ്ണം കണ്ടെത്തി. അതിൽ ഏതാണ് ഏറ്റവും മോർ ആയിട്ടുള്ളത്, ലെസ് ആയിട്ടുള്ളത് അല്ലെ? കൂടുതൽ ഏതാണ്, കുറവ് ഏതാ എന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ മക്കളെ, അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പാർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, അവിടെ അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് പോവാം. കളർ ആൻഡ് റൈറ്റ്, നിറം നൽകാം എഴുതാം. എന്താണ് മക്കളെ? കളർ ആൻഡ് റൈറ്റ്, നിറം നൽകാം എഴുതാം. നോക്കിക്കേ മക്കളെ, അവിടെ ഹിബിസ്കസ് ഫ്ലവർ യൂസ് ചെയ്തിട്ട് അഥവാ ചെമ്പരത്തി പൂ യൂസ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാക്കിയിട്ടുണ്ട്? മാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതില് മക്കളെടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, കുറെ ഫ്ലവേഴ്സ് തന്നിട്ടുണ്ടല്ലേ? 1 2 3 4 5 അല്ലെ? ആദ്യത്തെ സെറ്റില് 5 ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്തുണ്ടാക്കിയിട്ടുള്ളത്? മാല ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? ആ 5 എണ്ണത്തിൽ മക്കൾ എന്ത് ചെയ്യണം? 2 റെഡ് അല്ലെ? 2 ചുവപ്പ് പൂക്കളും അതുപോലെ തന്നെ 3 യെല്ലോ, 3 മഞ്ഞ പൂക്കളും എന്നുള്ള രീതിയിൽ ആ മാലയിൽ മക്കൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. പറഞ്ഞത് മനസ്സിലായ മക്കൾ? എന്താണ് ഇതിലുള്ളതിൽ? 5 ഫ്ലവേഴ്സിൽ 2 എണ്ണം ഏത് കൊടുക്കണം? ചുവപ്പും, 3 എണ്ണത്തിന് ഏതും കൊടുക്കണം? മഞ്ഞയും കൊടുക്കണം. ഇപ്പൊ മനസ്സിലായ പ്രവർത്തനം എന്താ എന്നുള്ളത്? നമുക്ക് എങ്ങനെയാണോ അവിടെ ഇൻസ്ട്രക്ഷൻ തന്നത് അതിനനുസരിച്ച് ആ മാലയിലുള്ള പൂക്കളില് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മളോട് 2 ചുവപ്പല്ലേ പറഞ്ഞിട്ടുള്ളത്? 2 ചുവപ്പ് എന്ന് പറഞ്ഞാൽ 2 റെഡ് അല്ലെ? 2 റെഡും 3 യെല്ലോ. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചുവപ്പ് 2 എണ്ണല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഫസ്റ്റ് ഫ്ലവറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചുവപ്പ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്തു? ഫസ്റ്റിലുള്ള ഈ ഒരു ഹിബിസ്കസിന്, ഈ ഒരു ചെമ്പരത്തിക്ക് എന്ത് ചെയ്തു? റെഡ് കൊടുത്തു. ഓക്കെ, ഇതിന് റെഡ് കൊടുത്തു. സെക്കൻഡ് വണ്ണിന് മിസ് എന്ത് ചെയ്തു? റെഡ് കൊടുത്തു. എത്ര എണ്ണം നമ്മുടെ റെഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? എണ്ണം എത്രയാണോ അതിനനുസരിച്ച് കൊടുക്കാൻ പാടുള്ളേ. 2 എണ്ണത്തിന് കൊടുത്തു. ഇനി മിസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളോട് എത്ര എണ്ണേ പറഞ്ഞിട്ടുള്ളൂ? 2 എണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സിൽ എത്ര എണ്ണത്തിനാണ് യെല്ലോ കൊടുക്കാൻ പറഞ്ഞത്? 3 എണ്ണത്തിനാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതില് 3 എണ്ണത്തിന് നമ്മൾ യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് യെല്ലോ കൊടുക്കാം. കൗണ്ട് ചെയ്യണേട്ടോ മക്കൾ എത്രയുണ്ട് എന്നുള്ളത്. ഇത് 1, ഓക്കെ, ഇതോ 2 3, 3 എണ്ണായോ? ഓക്കെ, അപ്പൊ നമ്മൾ തന്നിട്ടുള്ളതിൽ എത്ര ഫ്ലവേഴ്സിന് റെഡ് കൊടുത്തു? 2 എണ്ണം റെഡ് കൊടുത്തു. എത്ര എണ്ണത്തിന് യെല്ലോ കൊടുത്തു? 3 എണ്ണത്തിന് യെല്ലോ കൊടുത്തു. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, നമ്മളോട് എന്താ പറഞ്ഞത്? 4 ചുവപ്പും 1 മഞ്ഞയും ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് മക്കളെ? 4 റെഡ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? 4 റെഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 1 യെല്ലോയും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ കൊടുക്കാല്ലേ? റെഡ് കളർ നമുക്ക് കൊടുക്കണം. എത്ര എണ്ണം കൊടുക്കണം മക്കളെ? എത്രയാണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? 4 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളറ് 4 എണ്ണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് 4 ഫ്ലവേഴ്സിന് റെഡ് കൊടുക്കാം കേട്ടോ. ഫസ്റ്റത്തെ 4 എണ്ണത്തിന് റെഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഫ്ലവറിന് നമ്മൾ ഏത് കൊടുത്തു? റെഡ് കൊടുത്തു അല്ലെ? റെഡ് ഒരു ഓറഞ്ച് കളർ ആയിട്ടുണ്ടോ മക്കളെ? കറക്റ്റ് റെഡ് കളർ തന്നെ ചൂസ് ചെയ്യാ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ഫ്ലവേഴ്സിനാണ് നമ്മളോട് റെഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? 4 എണ്ണത്തിനാണ് റെഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? 4 ഫ്ലവേഴ്സിന് റെഡ് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് വണ്ണിന് നമ്മൾ കൊടുത്തു. അടുത്തതിന് നമ്മൾ ഏത് കൊടുത്തു? റെഡ് കൊടുത്തു. മൂന്നാമത്തതിന് നമ്മൾ ഏത് കൊടുത്തു? റെഡ് കൊടുത്തു.
അടുത്തത് നമ്മൾ ഏത് കൊടുത്തു? റെഡ് കൊടുത്തു. എത്ര എണ്ണം നമ്മളോട് കൊടുക്കാൻ പറഞ്ഞത്? 4 റെഡ് ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, ബാക്കി എത്ര ഫ്ലവർ ഉണ്ട് മക്കളെ? ഒരു ഫ്ലവർ ആണ് അവിടെ ബാക്കിയുള്ളത്. അതിന് ഏത് കൊടുക്കാനാ പറഞ്ഞത്? യെല്ലോ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു ഫ്ലവറിന് നമ്മൾ ഏത് കളർ കൊടുക്കണം? യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ യെല്ലോ കളർ കൊടുത്തു. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 4 റെഡ് ഫ്ലവേഴ്സും ഒരു യെല്ലോ ഫ്ലവറും ആയി. ക്ലിയർ ആയോ മക്കളെ? എങ്കിൽ അടുത്ത നോക്കിക്കേ, കൂട്ടുകാർക്ക് അവിടെ ഒരു മാല തന്നിട്ടുണ്ടല്ലേ, അവിടെ നോക്കിക്കേ. നമ്മളോട് എണ്ണ ഒന്നും പറഞ്ഞില്ല. മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചുവപ്പും എത്രയും മഞ്ഞയുമാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്? 2 റെഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതിൽ 4 റെഡ് കൊടുത്തു. ഇനി കൂട്ടുകാർക്ക് ഇവിടെ എത്രയാണ് മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം? മിസ്സിന്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത് കേട്ടോ. മിസ് ഇവിടെ പറയാണ് 3 റെഡും അതുപോലെ തന്നെ 2 യെല്ലോ. അവിടെ മക്കൾ സ്വയം എഴുതണം കേട്ടോ. എത്രയാണോ മക്കളെ കളർ ചെയ്യുന്നത് അതിനനുസരിച്ച് മക്കൾ എഴുതണേ. 3 റെഡും 2 യെല്ലോയാണ് മിസ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? 3 റെഡ് നമുക്ക് ആദ്യം കൊടുക്കാം അല്ലെ? അപ്പൊ നമുക്ക് റെഡ് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമുള്ള 3 എണ്ണത്തിന് റെഡുകൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതി. ഇനിയിപ്പോ ഒരു റെഡ് കൊടുക്കാം, ബാക്കിയെല്ലാം യെല്ലോ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. മക്കൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാനാണ് ലാസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ 1 കൊടുത്തു, 2 കൊടുത്തു. മിസ് എത്രയാ പറഞ്ഞിട്ടുള്ളത്? 3 അല്ലേ? അപ്പൊ മൂന്നാമത്തെ ഫ്ലവറിന് മിസ് എന്ത് ചെയ്തു? കളർ ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 ഫ്ലവറിന് മിസ് ചെയ്ത് കളർ കൊടുത്തു, റെഡ് കളർ കൊടുത്തു. പിന്നെ 2 യെല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള 2 ഫ്ലവറിന് നമുക്ക് ഏത് കളർ കൊടുക്കാം? യെല്ലോ കളർ കൊടുക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനം അല്ലേ? മിസ് ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നോ നിങ്ങളോട്? കളർ പെൻസിൽ, ക്രയോൺസ് മക്കളുടെ കയ്യിൽ കരുതണം. ഇതുപോലെ ചിത്രം വരയ്ക്കാനും കളർ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ തന്നിട്ടുള്ള ഓരോ മാലകളിലുള്ള ഫ്ലവേഴ്സിനും അവിടെ എത്രയാണോ എണ്ണം പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? കളർ ചെയ്തു. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമുകൾക്ക് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കൾക്ക് ഈസി ആയിട്ട് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇതിന്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.